വിജയ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിന് ഇനി 8 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇന്നു മുതൽ ഉത്തർപ്രദേശിലെ ഒരു ചെയിൻ ഓഫ് എപ്പിസോഡ്സ്, ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന്റെ വിശകലനങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ നോക്കുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിനും വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ന് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് അദ്ദേഹം ഉത്തർപ്രദേശിലെ BJP തെരഞ്ഞെടുപ്പിനുള്ള ആ ഒരു നാട മുറിച്ചിട്ടുണ്ട്, ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുടെ. സംഭവം ഉത്തർപ്രദേശിൽ അദ്ദേഹം കാൻവാർ തീർത്ഥാടകരുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അവിടെ ആരംഭിച്ചിരിക്കുന്നത്. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി പല രാഷ്ട്രീയ വിദഗ്ധരും വിശേഷിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു അത്. ഹിന്ദുത്വത്തിന്റെ ശക്തമായ സന്ദേശം അയക്കുന്നതായി സർക്കാർ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ തങ്ങളുടെ മുഴുവൻ ശക്തിയും സർക്കാർ അതിൽ ചെലുത്തിയിട്ടുണ്ട് എന്നാണ് നിരീക്ഷകരുടെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സഖ്യത്തിന്റെ ശക്തി പ്രകടിപ്പിക്കുന്നതിനായി യോഗി ആദിത്യനാഥ് RLD ബിജ്നോർ MP ചന്ദൻ ചൗഹാനും സിഹാൽ ഖാസ് MLA ഗുലാം മുഹമ്മദിനുമൊപ്പം വേദി പങ്കിടുന്ന ദൃശ്യങ്ങളും ഇപ്പോ പുറത്തു വന്നിട്ടുണ്ട്. ഹിന്ദുത്വവാദത്തിന്റെ പിന്തുണയോടെ തുടർച്ചയായി 2 തവണയായി BJP സംസ്ഥാന സർക്കാരുകൾ രൂപീകരിക്കുന്നുണ്ട്. ഇപ്പൊ 3ാമത്തെ തവണ BJP അവിടെ സംസ്ഥാന സർക്കാർ രൂപീകരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എത്തുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തവണ കൂടെ BJP അവിടെ എത്തിയില്ലെങ്കിൽ രാജ്യത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുമെന്നുള്ളതാണ്. അതായത് ഹിന്ദി ഹൃദയഭൂമി ആരാണോ പിടിക്കുന്നത് അവർ രാജ്യം ഭരിക്കുമെന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ പൊതുവെ ഉള്ളൊരു ധാരണ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ യോഗി 2 തവണ വന്നു, അത് ചരിത്രമാണ്. കാരണം ഉത്തർപ്രദേശിൽ എനിക്ക് തോന്നുന്നു 5 വർഷം പൂർത്തിയാക്കിയ സർക്കാരുകൾ സ്വാതന്ത്ര്യാനന്തരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു സർക്കാർ പോലും 5 രാഷ്ട്രപതി ഭരണം നടന്നിട്ടുള്ള സംസ്ഥാനമാണ് UP ആണ്. ആ UP പിളർന്നിട്ടുണ്ട്. ഇപ്പോ ഉള്ള UPയും പിളർത്തണം എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോഴാണ് യോഗി ആദിത്യനാഥ് അവിടെ വന്ന് 10 കൊല്ലം യോഗി ആദിത്യനാഥ് അവിടെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി അടുത്ത തവണ യോഗി ആദിത്യനാഥ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ പദവിയിലേക്ക് എത്തും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബേസിക്കലി അങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിന് BJPക്ക് അവിടെ ഉത്തർപ്രദേശിൽ ഭരണം വീണ്ടും തിരിച്ചു കിട്ടേണ്ടത് അനിവാര്യമാണ്. യോഗിയുടെ ഭരണം വച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള മാധ്യമങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവർ അംഗീകരിച്ച കാര്യം തന്നെയാണ്. കാരണം സ്ത്രീകൾ മുഴുവൻ യോഗിക്ക് അനുകൂലമാണ്. കാരണം ക്രമസമാധാന നില അത്തരത്തിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഇവിടുത്തെ കമ്മിക്കുട്ടന്മാർ പറയുന്നത് അതൊന്നും ഇല്ല എന്നാണ്. ഞാൻ പറയുന്ന കമ്പാരിറ്റീവ്ലി 60 കൊല്ലം അവിടെ ഞാൻ പറഞ്ഞു സുസ്ഥിരമായൊരു ഭരണം പോലും ഇല്ലായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നാണ് 10 കൊല്ലം ഇപ്പോൾ സുസ്ഥിരമായൊരു ഭരണം കൊണ്ടുവന്നത്. എന്നിട്ടാണ് അവിടെയുള്ള ഗ്യാങ്സിനെയും അവിടെയുള്ള ഗ്യാങ്സ്റ്റേഴ്സിനെയും ഒക്കെ അടിച്ചൊതുക്കിയത്. കമ്പാരിറ്റീവ്ലി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ സൂചികകളിലും മുന്നോട്ടാണ്. സ്ത്രീകളുടെ വലിയ പിന്തുണയുണ്ട് യോഗിക്ക് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ നോക്കി. അപ്പം ഭരണം വൈസ് നമ്മൾ നോക്കണ്ട, അത് ക്ലിയർ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. പക്ഷേ ഭരണമല്ല യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത്. അത് ജാതി സമവാക്യങ്ങളാണ് എന്നുള്ളതാണ്. അത് മറ്റ് പല ഘടകങ്ങളാണ് എന്നുള്ളതാണ്. വിജയേട്ടാ, യോഗി ആദിത്യനാഥ് വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ടോ? മനുഷ്യ പറഞ്ഞാൽ തന്നെ ഉത്തരവുണ്ട് അതിനകത്ത്. അതായത് ഭരണപരമായി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ നെഗറ്റീവ് മാർക്സ് ഒന്നും കൊടുക്കാനില്ല. കാരണം അവിടുത്തെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാരിന്റെ നേട്ടങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങളിൽ എത്തിക്കാൻ യോഗി സർക്കാരിന് കഴിയുന്നുണ്ട്. നമ്മുടെ പലപ്പോഴും സർക്കാരുകൾ പരാജയപ്പെടുന്ന ഒരു കാര്യം, സർക്കാർ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരികയും ആ പദ്ധതികളുടെ ഗുണം ജനങ്ങൾക്ക് എത്താതെ വരികയും ചെയ്യുമ്പോഴാണ് ഇതെങ്ങും എത്താതെ പോകുന്നത്. ഇങ്ങനൊരു പദ്ധതി ഉണ്ടോ എന്നുള്ള ഒരു സാധനം. ഇപ്പൊ കിസാൻ സമ്മാൻ പദ്ധതി ഉണ്ട് കേന്ദ്ര സർക്കാരിന്. അത് ആളുകൾക്ക് കിട്ടുമ്പോഴല്ലേ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാകുകയുള്ളൂ. അതുപോലെ ഗർഭിണികൾക്ക് 6000 രൂപ കൊടുക്കുന്നുണ്ട്. അത് ഗർഭിണിക്ക് കിട്ടിയാലല്ലേ മനസ്സിലാവും. അപ്പം അത് താഴോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ യോഗി ആദിത്യനാഥ് പെർഫെക്റ്റ് ആണ്. അതിൽ അദ്ദേഹത്തിന്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇപ്പൊ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. കാരണം അവിടെ BJPക്ക് അടിതെറ്റിയാൽ, ഇല്ലെങ്കിൽ അവർക്ക് മെജോറിറ്റി അല്പം കുറഞ്ഞാലെന്ന് വെച്ചാൽ ഭരിക്കാൻ വേറെ ആരുടെങ്കിലും സഹായം തേടേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ പൊളിച്ചെഴുത്തായിരിക്കും അത്. കാരണം അത് BJPയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്നുള്ളതല്ല, അവരെ സംബന്ധിച്ച് ആ ഹിന്ദി ഹൃദയഭൂമിയിലെല്ലാം അവരുടെ ഒരു ബെൽറ്റാണ്. ഇപ്പൊ നമ്മള് രാജസ്ഥാനിലെ, മധ്യപ്രദേശിലെ, UPയിലെ, ഡൽഹിയിലെ, അതിനോട് ചേർന്ന് നടക്കുന്ന ബീഹാറിലെ എല്ലാം ഇങ്ങനെ ചെയിനായിട്ട് കിടക്കുന്നിടത്തുന്ന ഒരു വിള്ളൽ അത് സംഭവിപ്പിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രതിപക്ഷ പാർട്ടികൾക്കും മറ്റുമൊക്കെ അതിനൊരു വലിയ മൈലേജ് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ UP തെരഞ്ഞെടുപ്പില് ഡീപ് സ്റ്റേറ്റ് അടക്കം
വലിയ രീതിയിലുള്ള ഫോറിൻ ഫണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് നിർലോഭം ലഭിക്കുകയും ചെയ്യും. 2024 നമ്മളിത് കണ്ടതാ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും വലിയ രീതിയിൽ തന്നെ ഫണ്ട് ഒഴുക്കുകയും ചത്തുകിടന്ന കോൺഗ്രസിനെ ഉൾപ്പെടെ പുതുജീവൻ നൽകുകയും ചെയ്തിരുന്നു ആ ഫണ്ടെല്ലാം. അപ്പൊ അതേപോലെ വലിയ രീതിയിലൊരു പണമൊഴുക്ക് യു പിയിൽ ഉണ്ടാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വലിയ ഫോറിൻ ഫണ്ട് വരും എന്നുള്ളതാണ് ഇവിടെ ഒന്ന്. ഇനി രണ്ടാമത്തത്, BJPക്ക് അകത്ത് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ചില ഉൾപാർട്ടി ജനാധിപത്യ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തീർക്കുക എന്നുള്ളതാണ് BJP നേരിടുന്ന ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തേത് ഹിന്ദു സംഘടനകൾ എന്ന് പറയുമ്പോൾ ഈ RSSും വിശ്വഹിന്ദു മാത്രമല്ല ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ചെറുതും വലുതുമായിട്ടുള്ള അനവധി ഹിന്ദു സംഘടനകളുണ്ട്. ഇത് കൂടാതെ ഹിന്ദു സമുദായങ്ങളുണ്ട്. ഈ ഹിന്ദു സമുദായങ്ങൾ എന്ന് പറയുമ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കളുടെ പിണക്കങ്ങൾ എന്ന് പറയുമ്പോഴും അത് നിസ്സാരമായിട്ട് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. ഏതാണ്ട് 80ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം 1000 വോട്ടിന് താഴെയാണ്. അതായത് കൃത്യമായി 501 വോട്ട് മാറിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി തോക്കും. അപ്പോൾ അവിടുത്തെ ഒരു വോട്ടിനും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ BSP ഉണ്ട്, BSP ഉണ്ട്. അപ്പം ഇവരൊക്കെ ഓരോ ചെറിയ ചെറിയ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. അതായത് ആ മണ്ഡലത്തിൽ ചിലപ്പോൾ 1000 പേരുള്ള ഒരു സമുദായമായിരിക്കും. ആ സമുദായത്തിന് പിണക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭരണാധികാരികൾക്കും ലോകത്ത് തന്നെ ഒരു ഭരണാധികാരികൾക്കും എല്ലാ സമുദായത്തിനും എല്ലാവരും എല്ലാ കാലവും തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം ഇന്നിപ്പോ ഒരു സമുദായത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്താൽ നാളെ അവരെ പിന്നെയും നമുക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല, അടുത്തവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ പിണക്കം വരും. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ 400 സംതിങ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ. 2000 ആയിരുന്നു നമ്മളെ ഈ രജിസ്ട്രേഷൻ പുതുക്കാത്ത കൊണ്ടെടുത്ത് ദൂരെ കളഞ്ഞായിരുന്നു. അപ്പൊ ഇത്രയുണ്ട്. എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് വില പേശുക. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രഷർ ഗ്രൂപ്പായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ 100 പേരുള്ള രാഷ്ട്രീയ പാർട്ടിയോ സമുദായം ആണെങ്കിൽ പോലും രാഷ്ട്രീയക്കാർക്ക് ഇവരെ കൂട്ട നിർത്താതിരിക്കാൻ കഴിയില്ല. നമ്മൾ കേരളം പോലത്തെ ഒരു അവസ്ഥ. കേരളത്തിൽ ഇപ്പൊ നമ്മൾ NSSനെ SNDP ഒക്കെ നമ്മൾ ഊടുപാടും പേര് വിളിക്കും. പക്ഷെ ഇവിടെ അതുപോലെ അല്ല അത്. കാരണം ഇവിടുത്തെ ഒരു മെജോറിറ്റി ഒരു 3000 അല്ലെങ്കിൽ 5000 താഴെയാണ് വരുന്നത്. പക്ഷെ അവിടുത്തെ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 1000-നൊക്കെ താഴെയാണ്. ഒരു 600-700 വോട്ടിനൊക്കെ ജയിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അതും നിർണായകമാണ് ഇവിടെ. ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ജീവൻ മരണ പോരാട്ടം. സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് സമാജ്വാദി പാർട്ടി ഇല്ല. തൃണമൂലിന്റെ അവസ്ഥ സമാജ്വാദി പാർട്ടിക്ക് വരും. നെടുകയും കുറുകയും വട്ടത്തിലും ത്രികോണാകൃതിയിലും ഒക്കെ അത് പിളർന്ന് തരിപ്പണമായിട്ട് പോകും. ഇപ്പൊ തന്നെ പിളർപ്പിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും അതിനൊരു എന്താണ് ഈ എല്ലാത്തിനും ഒരു കാരണം വേണമല്ലോ വരാൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടാകില്ല. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകും. കാരണം യോഗി ആദിത്യനാഥ് ഒരു ഹീറോ ആയി ഉയർന്നു വരും അവിടെ. ധനുഷ് പറഞ്ഞതുപോലെ പ്രൈം മിനിസ്റ്റർ ആരെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ തന്നെ ഒരു വലിയ ആരാധക അദ്ദേഹത്തിനുണ്ട്. പ്രൈം മിനിസ്റ്റർ ആരെ എന്നുള്ള ചോദ്യത്തിന് വലിയ സംഘപരിവാർ വിഭാഗം തന്നെ, ഒരു ഗ്രൂപ്പ് തന്നെ യോഗിക്ക് പിന്നിൽ അണിനിരക്കും. കാരണം മോദി എങ്ങനെയാണ് വന്നത് അതേ വഴിയിലാണ്. ഇതുവരെ ഞാൻ യോഗിയുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ പരിശോധിച്ചപ്പോൾ, അതായത് 2017 തൊട്ടുള്ള ഇതാണ് കേട്ടോ, അതിന് മുമ്പുള്ളതല്ല. നരേന്ദ്രമോദി വന്ന അതേ വഴിയിൽ കൂടെയാണ്. നരേന്ദ്രമോദി സംഘത്തിൽ കൂടെയാണ് വന്നതെങ്കിൽ യോഗി ആദിത്യനാഥ് സംഘത്തിൽ കൂടെ അല്ല വന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരു ഹൈന്ദവ സംഘടന ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ അയോധ്യ മൂവ്മെന്റിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സംഘടന കൂടിയാണ്. അങ്ങനെ വന്നു. അതിനുശേഷം എങ്ങനെയാണോ മോദി ഗുജറാത്തിന്റെ ഹൃദയം കീഴടക്കിയത് അതേപോലത്തെ ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് യോഗി ആദിത്യനാഥും ഗുണ്ടകളെ തകർത്തും ഇല്ലാതാക്കിയും ഒക്കെ കൂടെ ഒരു ഹീറോ പരിവേഷത്തിലേക്ക് അവിടെ എത്തുന്നത്. പിന്നെ ഹിന്ദുത്വത്തിന്റെ എങ്ങനെയാണ് അതിനെ ഒരു പൊളിറ്റിക്കൽ വൽക്കരിച്ച് നേട്ടമുണ്ടാക്കാൻ എന്നുള്ളത് മോദി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഗുജറാത്തിൽ. അതിനേക്കാളും ഭംഗിയായി യോഗി ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ചെറിയൊരു സംഭവം പറയാം. ഇത്തവണത്തെ കൻവാർ യാത്ര ധനുഷ് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം. 4 കോടി പേരെയാണ് യോഗി പറയുന്നത്. ഇതിനു മുമ്പ് 4 കോടി പേരുടെ യാത്ര അതുവഴി പോയിട്ടില്ല. ഈ യാത്ര നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം തുടങ്ങിയ കാലം മുതൽ കൻവാർ യാത്ര കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ചാനലാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കൊടുക്കും. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം എന്ന് പറയുന്ന മറ്റേ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കൻവാർ യാത്രകളുടെ ഒരു 10 വാർത്തയെങ്കിലും ഒരു സീസണിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോ ആദ്യകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ പണ്ടോട്ടേ ഉള്ളതാണത്. ഇപ്പോൾ ഭയങ്കരമായി മാറി അതൊരു വലിയ ഒരു സംഭവമായി മാറി. ഇപ്രാവശ്യം 4 കോടി പേരാണ് അതിൽ വരുന്നത്. ഇന്നലെ അവിടെ ഈ മുസ്ലിങ്ങളുടെ ഒരു ആഘോഷം നടക്കുന്നുണ്ട്. അപ്പോ ആ ആഘോഷത്തിന് നോൺ വെജ് ഫുഡും ഒക്കെ കഴിച്ചിട്ടാണ് ഇവിടെ ആഘോഷം. പക്ഷെ അവർ നോൺ വെജ് ഫുഡ് കഴിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ആഘോഷം കുറച്ച് ദിവസത്തേക്ക് അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് അവർ പറയുന്നത്, ഈ പറയുന്ന UPയുടെ ഭരണാധികാരികൾ ഇവരോട് സംസാരിച്ചിരുന്നു. ഈ മുസ്ലിം ഈ സമുദായത്തിന്റെ നേതാക്കന്മാരോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഒരുപാട് വർഗീയതകളൊക്കെ നടക്കുന്നതാണ് കാൻവാർ യാത്രയ്ക്ക്, അതുകൊണ്ട്
പ്രത്യേകിച്ച് ഈ നോൺ വെജ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കടകളുമാണ് ഈ സംഘർഷത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നത്. കാരണം ഈ ഇറച്ചി വെള്ളം ഈ കാൻവാർ യാത്രയിൽ ഗംഗാജലവും കൊണ്ടുപോകുന്ന ദേഹത്തൊഴിക്കുക, ഈ വെള്ളത്തിൽ ഇറച്ചി കഷ്ണം എടുത്തിടുക, ഇങ്ങനെയൊക്കെയാണ് അവിടെ കലാപമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്യരുതെന്ന് പറയും. അവരത് അനുസരിക്കുകയും ചെയ്തു. അവിടെ കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ ഒരു കലാപം പോലും ഉണ്ടാകരുത്, ഒരു സംഘർഷം പോലും ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, കൻവാർ യാത്ര വളരെ ഭംഗിയായി നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും കൂടുതൽ മൈലേജ് എടുക്കാൻ പോകുന്നതും യോഗി ആദിത്യനാഥ് തന്നെയാണ്. അവിടെയാണ് അദ്ദേഹം ആ പുഷ്പവൃഷ്ടി നടത്തുന്നു. അതുമാത്രമല്ല, രാജ്യത്ത് ആദ്യമായിട്ട് സൈബർ കമാൻഡോകളെ ഒരു പദയാത്രയ്ക്ക് വിന്യസിക്കുന്നത് ആദ്യമാണ്. സൈബർ കമാൻഡോകൾ, അതായത് ഇവർ പോകുന്ന വഴി ഡ്രോൺ നിരീക്ഷണം ഉണ്ടാകും, ഇവരുടെ ഡേറ്റാസുകൾ കൃത്യമായിട്ടുണ്ടാകും. അങ്ങനെ ഇവർക്ക് പൂർണ്ണ സുരക്ഷിതത്വം കൊടുത്ത് അവിടെ കൊണ്ടുപോവുകയാണ്. അപ്പം ഇതൊക്കെ കൊണ്ടുവരുന്ന മൈലേജ് ഭയങ്കരമാണ്. കാരണം ഇനി ഇപ്പൊ കടുത്ത ഹിന്ദുത്വത്തിലേക്ക് BJP പോകാനൊരു വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അയോധ്യയിൽ അവർ കണ്ടതാണ്, അയോധ്യയിൽ വലിയ കൊള്ള നടന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പിന്നെ ഭരണകൂടങ്ങൾ, അതായത് സംഘപരിവാറിൽ പെടുന്ന പലരുമായിരുന്നു എന്റെ തലപ്പത്തിരുന്നു. അവരെല്ലാം വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇവിടുന്ന് 5 പൈസ പോലും പിരിവ് കിട്ടിയത് പോയിട്ടില്ല എന്നവർ ബോധ്യപ്പെടുത്തി. ഇനി ഭണ്ഡാരത്തിൽ വീണ പൈസ ഞങ്ങളല്ല കൈകാര്യം ചെയ്യുന്നത്, അത് ബാങ്ക് ജീവനക്കാരാണ്, ബാങ്കിന് കൊടുത്തിരിക്കുകയാണ് അതിന്റെ കോൺട്രാക്ട്. ഇപ്പൊ നമ്മുടെ ശബരിമലയിലാണെന്നുണ്ടെങ്കിൽ അത് ധനലക്ഷ്മി ബാങ്കിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ബാങ്കിന്റെ സ്റ്റാഫ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ അയോധ്യയിൽ ബാങ്കിന്റെ സ്റ്റാഫ്, SBIയുടെ സ്റ്റാഫാണ് വന്നിരുന്ന് നോട്ട് എണ്ണുന്ന കാര്യം. അത് പോയത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് അവരാണ് എന്നുള്ളത്. ഇനി അവരാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത്. ഞങ്ങളത് കൃത്യമായി തന്നെ സമ്പത്ത് റോയ് ആയാലും അദ്ദേഹത്തിന് സഹയാത്രികരായാലും എല്ലാം തന്നു. പിന്നെ പറഞ്ഞു, ഇവിടുന്ന് നിങ്ങൾ പറയുന്നതൊക്കെ ഭഗവാന് കിട്ടിയ ഗതയും മറ്റൊന്നും പോയിട്ടില്ല, അതായത് 2.5 കിലോ ഒരു ഗത പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും വ്യാജമാണ്. അവിടെ കിട്ടിയ സാധനങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് അവർ പത്രസമ്മേളനം നടത്തി. പക്ഷെ ആ പത്രസമ്മേളനം നടത്തിയപ്പോഴേക്കും ഈ കള്ളത്തരം, വ്യാജ വാർത്ത ഭയങ്കരമായിട്ട് പ്രചരിച്ച് കഴിഞ്ഞിരുന്നു. കാരണം ഇപ്പോഴത്തെ കാലത്ത് അത് പ്രചരിക്കാൻ എളുപ്പമാണല്ലോ. വ്യാജ വാർത്ത ഭയങ്കരമായിട്ട് പ്രചരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ ശബരിമല ക്ഷീണം മറയ്ക്കാൻ കമ്മികൾ അത് വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. പലപ്പോഴും അങ്ങനെയാണ്, ഈ സത്യം അറിഞ്ഞു വരുമ്പോൾ ലേറ്റാകും. പക്ഷെ അവിടെ അതുകൊണ്ട് തന്നെ ഹിന്ദുത്വത്തെ നിന്ന് അകന്ന് BJP പോകുന്നു എന്ന് വരുത്തി തീർക്കാനായിരുന്നു അവർ ആ വാർത്ത ഹൈലൈറ്റ് ചെയ്തത്. കാരണം കണ്ടില്ലേ, അമ്പലം വരാമാര് കൊള്ളയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നത് ഇതിനു വേണ്ടിയിട്ട്, ഹിന്ദുത്വത്തിൽ നിന്ന് അവർ അകലുന്നു എന്നുള്ളത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് UP-യിൽ അയോധ്യയിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ ഇനി 8 മാസമുണ്ട്, ഇപ്പോഴേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം അവിടെ ഒരു പണി കിട്ടിയതാണ്. ലോക്സഭയിൽ അയോധ്യ ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ BJP തോറ്റു. കാരണം അതെന്തുകൊണ്ട് തോറ്റു എന്ന് വെച്ചാൽ പാർട്ടിയോടുള്ള എതിർപ്പല്ല, അവിടെ ഒരുപാട് അഘാടകളുണ്ട്, സന്യാസ സമൂഹങ്ങളുണ്ട്, സമുദായ ഗ്രൂപ്പുകളുണ്ട്. ഇതിനകത്ത് ഒരുത്തം പിണങ്ങിയാലും പണി കിട്ടും. അപ്പൊ ഇവരെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളതിന് ആകെ ഒരു മരുന്നേ ഉള്ളൂ, അത് ഹിന്ദുത്വം മാത്രമേ ഉള്ളൂ. അല്ല, പൊളിറ്റിക്കൽ സാധനം അവിടെ ഓടില്ല. പിന്നെ അതൊരു മേമ്പടിയായിട്ട് പൊളിറ്റിക്കൽ സാധനം കിടക്കും, ക്രമസമാധാന നിലയിൽ ഡെവലപ്മെന്റ്സ് വെക്കാൻ. അതിനപ്പുറത്തേക്ക് ഈ ഒരു സാധനം അവിടെ അനിവാര്യമാണ്. അതാണ് ഈ കാൻവാർ യാത്ര മുതൽ കാണുന്നതും. അവിടെ ഒരു ഇല പോലും അനങ്ങാതെ യോഗി ആദിത്യനാഥ് അതിന് കരുതലെടുക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ മുസ്ലിം മതപണ്ഡിതന്മാരുമായിട്ടും അതിന്റെ തലപ്പത്തുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനകത്ത് നോൺ വെജ് ഒഴിവാക്കുകയും ആ കഴിയുന്നത്ര വിവിധ പള്ളികളിലായി നടക്കുന്നത് അത് വേറെ ഒരു ദിവസത്തേക്ക് മാറ്റിവെപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇപ്പൊ ഇന്നിവിടെ ചർച്ച ചെയ്തത് ഒരു പ്രാഥമികമായി പുറത്തുനിന്ന് നോക്കുന്ന ഒരു ചെറിയ വ്യൂ മാത്രമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ അത് ഉണ്ടാകും. UP തന്നെ പോയിട്ട് തെരഞ്ഞെടുപ്പ് 2022 ന്യൂസ് ഇന്ത്യ മലയാളം UP തന്നെ പോയിട്ട് 10 ദിവസം ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത്. ഇത്തവണയും അത് ഉണ്ടാകും. ഉറപ്പായിട്ടും അവിടെ പോയി തന്നെ ചെയ്യണമെന്നാണ് ഇതുവരെയുള്ള ആഗ്രഹം. എന്നാൽ ഇന്ന് ഞങ്ങളത് തുടങ്ങി വെക്കുന്നു. വരും ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി UP-യുടെ പുതിയ അപ്ഡേഷൻ ഉണ്ടാകും. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ വഴിത്തിരിവാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ്.